കഴിഞ്ഞു. എല്ലാവരും വീടുകളിലൊക്കെ പെരുന്നാൾ സന്തോഷപ്രദമായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എങ്കിലും പഴയ രീതിയിലുള്ള ഒരു ആഘോഷം എന്തായാലും ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ ഒരു മഹാമാരി പിടിപെട്ട കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എങ്കിലും നല്ല ഒരു നാളെ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും ഒരു ഫിസിക്സ് ക്ലാസ് കേൾക്കാം. നിങ്ങൾക്ക് ഞാൻ ഗ്രൂപ്പുകളിൽ നോട്ട് സെൻഡ് ചെയ്തിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. യൂട്യൂബ് ക്ലാസ് എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ്. എങ്കിലും കണ്ടിന്യൂറ്റി ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോയുടെ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോ വാരിയേഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് റെസ്പെക്ട് ടു ഹൈറ്റ് വിത്ത് റെസ്പെക്ട് ടു ഷേപ്പ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് ഞാൻ ഇവിടെ ഡീൽ ചെയ്തത് വാരിയേഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സ്മോൾ ലെറ്റർ ജി വിത്ത് റെസ്പെക്ട് ടു ഡെപ്ത്, ആഴത്തിലേക്ക് പോകുമ്പോൾ ഭൂമിയുടെ ഉൾവശത്തേക്ക് വസ്തുവിനെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഡെപ്തിലേക്ക് പോകുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഉണ്ടാകുന്ന വ്യതിയാനത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. അതിന് ഭൂമിയെ കാണിച്ചിട്ടുണ്ട്. ഭൂമിയുടെ മാസ് ക്യാപിറ്റൽ എം ആണ്. എർത്തിന്റെ മാസ് ക്യാപിറ്റൽ എം ആണ്. എർത്തിന്റെ ഡെൻസിറ്റി ആണ് റോ. ഡെൻസിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ഡെൻസിറ്റി സീക്വൽ ടു മാസ് ബൈ വോളിയം. അപ്പൊ അതിൽ നിന്ന് മാസ് കിട്ടണമെങ്കിൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ചെയ്താൽ മതി. എർത്തിനെ നമുക്കൊരു സ്പിയർ ആയിട്ട് സങ്കല്പിക്കാന്ന് വെച്ചാൽ 4/3πr³ വോളിയം വരാം. അപ്പൊ ഡെൻസിറ്റി റോ ഇൻറ്റു 4/3πr³ ചെയ്താൽ ഡെൻസിറ്റി മാസ് ഓഫ് എർത്തിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതാണ്. വസ്തു സ്മോൾ ലെറ്റർ മാസുള്ള വസ്തു ഡി, ഡെപ്ത് ആഴത്തിൽ വെച്ചിരിക്കണം. അപ്പൊ ഭൂമിയുടെ സെന്ററും വസ്തുവിന്റെ സെന്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ r-d ആണ്. കാരണം ഭൂമിയുടെ റേഡിയസ് ക്യാപിറ്റൽ ആണ്. അതിൽ നിന്ന് ഡി കുറയ്ക്കുമ്പോഴാണ് ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ ബോഡി ആൻഡ് സെന്റർ ഓഫ് എർത്ത് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ദ ബോഡി പ്ലേസ്ഡ് അറ്റ് ഡെപ്ത് ഡി ബിലോ ദ എർത്ത് സർഫസ്. സോ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് സെന്റർ ആൻഡ് ബോഡി സെന്റർ ഈസ് r-d ആയിരിക്കും. On the surface of Earth, acceleration due to gravity നമുക്ക് എല്ലാവർക്കും അറിയാം. സ്മോൾ ലെറ്റർ g is equal to capital Gm by r² ആണ്. അവിടെ ക്യാപിറ്റൽ എം മാസിന് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ വേണ്ടിയാണ് ഞാൻ ഡെൻസിറ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എടുത്തിരിക്കുന്നത്. റോ അല്ലെ. അപ്പൊ ഡെൻസിറ്റി is equal to mass by volume. അപ്പൊ മാസ് equal to density into volume. അപ്പൊ എർത്തിന്റെ മാസ് ക്യാപിറ്റൽ എം is equal to എന്താ വരിക? റോ ഇൻറ്റു 4/3πr³. റോ ഇൻറ്റു 4/3πr³. അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ആക്സിലറേഷൻ ഓഫ് ഗ്രാവിറ്റി സ്മോൾ ലെറ്റർ g is equal to capital G റോ 4/3πr³ ഡിവൈഡ് ബൈ r². അപ്പൊ അടിയിലത്തെ r² മോളിലത്തെ ക്യൂബും വെട്ടി വലിച്ചില്ല. അപ്പൊ ബാക്കിയോട് കാറല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദി സർഫസ് ഓഫ് എർത്ത് നമുക്ക് ഇതുപോലെ മാറ്റി എഴുതാം. എന്ന് എഴുതാം സ്മോൾ ലെറ്റർ g is equal to capital G റോ 4/3πr എന്ന് എഴുതാം. ഇനി അറ്റേ ഡെപ്ത് ഡിയിലേക്ക് വെക്കുമ്പോൾ ഈ r ഡിസ്റ്റൻസ് മാറിയിട്ട് r-d ആയിട്ടുള്ള മാറ്റം ബാക്കിയുള്ള കോൺസെപ്റ്റുകളാണ്. അപ്പൊ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റേ ഡെപ്ത് d ബിലോ അല്ലെ g ഡബിൾ ഡാഷ് മറ്റൊരു ആക്സിലറേഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഹൈറ്റിന് വേണ്ടി നമ്മൾ g ഡാഷ് കൊടുത്തു. അപ്പൊ ഇവിടെ g ഡബിൾ ഡാഷ് is equal to capital G റോ 4/3πr ന് പകരം എന്താവും r-d. വേറെ മാറ്റങ്ങളില്ലേ? ഇക്വേഷൻ പറ്റുള്ളൂ. 2d1/1 ചെയ്യാം. ഹൈറ്റിന്റെ ചെയ്ത പോലെ തന്നെ ചെയ്യും. ലെഫ്റ്റ് ഡിവൈഡ് റൈറ്റ് ഡിവൈഡ് g ഡബിൾ ഡാഷ് ബൈ g equal to 0 4/3π into r-d divided by 0 4/3π into capital R. അപ്പൊ ഇതിൽ g റോ 4/3π വെട്ടി വെച്ചു പോയി അല്ലെ. അപ്പോൾ g ഡബിൾ ഡാഷ് ബൈ g is equal to r-d by r. ഇവിടെ ഡിനോമിനേറ്റർ എന്ത് ചെയ്ത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. r/r - d by r. അപ്പോൾ ഇവിടെ r 1 വരും. അപ്പോൾ ഈ g പ്രതികരിച്ചു കഴിഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഡെപ്ത് d ബിലോ g ഡബിൾ ഡാഷ് is equal to g into 1 - d by r. g into 1 - d by r. ഹൈറ്റിലായിരുന്നപ്പോ എന്തായിരുന്നു? g ഡാഷ് is equal to g into 1 - 2h by r. അപ്പൊ അതേപോലത്തെ ഉത്തരം തന്നെയാണ് അല്ലെ. 1 - d by r ഡെപ്ത് വരുന്നു. അപ്പൊ g ഡബിൾ ഡാഷ് പറയുന്നത് g നേക്കാൾ കുറയും. അപ്പൊ ഡെപ്തിലേക്ക് പോകുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയുകയാണ്. അപ്പൊ ഓൺ ദ സർഫസ് ഓഫ് എർത്തിലാണ് ഏറ്റവും ഉയർന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 മീറ്റർ/സെക്കൻഡ് കിട്ടുന്നത്. ബാക്കി ഹൈറ്റിലേക്ക് എടുത്താലും ഡെപ്തിലേക്ക് എടുത്താലും എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയുകയാണ് അല്ലെ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താ? ഹൈറ്റിലേക്ക് പോയാലും ഡെപ്തിലേക്ക് പോയാലും ഡിക്രീസസ് അല്ലെ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാം. 10 മീറ്റർ ഹൈറ്റിലേക്ക് വസ്തു കൊണ്ടുപോയി 10 മീറ്റർ ഡെപ്തിലേക്ക് വസ്തു കൊണ്ടുപോയി. എവിടെയാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഡിക്രീസ് കൂടുതലായിട്ട് സംഭവിച്ചിട്ടുണ്ടാവുക? അത് ഉറപ്പായിട്ടും ഹൈറ്റിലായിരിക്കും. കാരണം അവിടുത്തെ ഉത്തരം g ഡാഷ് is equal to g into 1 - 2h by r. അപ്പൊ എന്താ? ഹൈറ്റ് h is equal to 10 മീറ്റർ എന്ന് പറഞ്ഞാൽ 2 into 10 എന്ന് പറയുമ്പോൾ 20 ആണ് ഫീൽ ചെയ്യും. ശരിയല്ല. പക്ഷെ ഇവിടെ 1 - d by r ആണ്. ഡയറക്റ്റ് 10 ഫീൽ ചെയ്യും. അപ്പൊ 10 മീറ്റർ ഉയരത്തിലേക്കും 10 മീറ്റർ ആഴത്തിലേക്കും കൊണ്ടുപോയി കഴിഞ്ഞാൽ കൂടുതലായിട്ട് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഡിക്രീസ് സംഭവിച്ചിട്ടുണ്ടാവുക ഹൈറ്റിലായിരിക്കും. ഓർമ്മ
ഇനി വസ്തുവിനെ നമ്മൾ കുഴിച്ച് ഭൂമിയുടെ സെന്ററിൽ കൊണ്ടുവന്ന് വിചാരിക്കുക. അപ്പൊ ഡി എന്ന് പറഞ്ഞ ഡെപ്ത് എന്തിന് തുല്യം? ആറിന് തുല്യം. അപ്പൊ 1 മൈനസ് ഡി ബൈ ആർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ചെയ്യുക. ആറിന്റെ സ്ഥാനത്ത് ഡി കൊടുത്ത ഡി ബൈ ഡി വരുമ്പോ എന്താ വരിക? 1 വരില്ലേ? 1 വരില്ലേ അല്ലേ? ആർ ബൈ ആർ വരുമ്പോ 1 വരും. അപ്പൊ 1 മൈനസ് 1 ചെയ്ത് കഴിഞ്ഞാൽ 0 വരും. അപ്പൊ അറ്റ് ദ സെന്റർ ഓഫ് എർത്ത് acceleration due to gravity എത്രയാണ് മക്കളെ? 0 അല്ലെ? ഭൂമിയുടെ സെന്ററിൽ acceleration due to gravity എത്രയാണ്? 0 ആണ് വരും. ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യത്തിലേക്കാണ് കടക്കുന്നത്. അത് ഉറപ്പായിട്ടും വരുന്നത് ഞാനത് ക്ലാസ് എടുത്ത് പറഞ്ഞാണ്. കെപ്ലേഴ്സ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ. കെപ്ലേഴ്സ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ. കെപ്ലറിന് 3 ലോകളാണുള്ളത്. മനസ്സിലായി? കെപ്ലറിന്റെ ഫസ്റ്റ് ലോ മനസ്സിലായില്ല. ആദ്യം നമ്മൾ പഠിക്കേണ്ട കെപ്ലേഴ്സ് ഫസ്റ്റ് ലോ ആണ്. കെപ്ലേഴ്സ് ഫസ്റ്റ് ലോന് മറ്റൊരു പേര് കൂടെ ഉണ്ട്, ലോ ഓഫ് ഓർബിറ്റ് എന്നാണ്. ലോ ഓഫ് ഓർബിറ്റ് അല്ലെ? അവിടെ പറയപ്പെടുന്നത് എന്താ വെച്ചാൽ എവരി പ്ലാനറ്റ്, എല്ലാ ഗ്രഹങ്ങളും, എവരി പ്ലാനറ്റ് റിവോൾവിംഗ് അറൌണ്ട് ദ സൺ ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്. എവരി പ്ലാനറ്റ് എന്ത് ചെയ്യുന്നു? റിവോൾവിംഗ് അറൌണ്ട് ദ സൺ ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് വിത്ത് സൺ ആസ് വൺ ഓഫ് ദ ഫോസി. മനസ്സിലായോ? ഫോക്കസ്. ഒരു എലിപ്സിന് 2 ഫോക്കസ് ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു ഫോക്കസ് ആരായിരിക്കും? സണ്ണായിരിക്കും. അങ്ങനെ എല്ലാ പ്ലാനറ്റുകളും സണ്ണിനെ ഫോക്കസ് ആക്കിക്കൊണ്ട് ഒരു എലിപ്റ്റിക്കൽ, മനസ്സിലായി, സർക്കുലർ അല്ല, എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് പ്ലാനറ്റുകൾ സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത്. ആ സമയത്ത് എലിപ്സിന്റെ ഏതെങ്കിലും ഒരു ഫോക്കസ് ആരായിരിക്കും? സണ്ണായിരിക്കും. അതാണ് ഞാൻ ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കട്ടെ. അപ്പൊ ഇതാണ് മേജർ ആക്സിസ് ഏരിയ. അതിന് 2 പോയിന്റുകളുണ്ട്. അത് വെച്ച് കണ്ടാണ് നമ്മൾ എലിപ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആ പോയിന്റുകൾ ഫോക്കസ് F1 F2 2 ഫോക്കസുകളാണ്. അപ്പൊ അതിലേതെങ്കിലും ഫോക്കസ് ആരായിരിക്കും? സണ്ണായിരിക്കും. മനസ്സിലായില്ലേ? കെപ്ലറിന്റെ സെക്കൻഡ് ലോ പറയുന്നത് ലോ ഓഫ് ഈക്വൽ ഏരിയാസ്. ലോ ഓഫ് ഈക്വൽ ഏരിയാസ് അതായത് സണ്ണും പ്ലാനറ്റും തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന ലൈൻ. സണ്ണും പ്ലാനറ്റും തമ്മിൽ വരയ്ക്കുന്ന ലൈൻ. ദാറ്റ് ഈസ് ഇവിടെയാണ് എന്ത് സണ്ണിരിക്കണമെന്ന് വിചാരിക്കും, ഇവിടെയാണ് പ്ലാനറ്റ് വിചാരിക്കുക. അപ്പൊ സണ്ണും പ്ലാനറ്റും തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന ലൈൻ ഇതല്ലേ? ഇത് സീപ് സൗണ്ട് നിരങ്ങി നീങ്ങും. മനസ്സിലായി? പ്ലാനറ്റ് ഇങ്ങനെ മൂവ് ചെയ്യില്ലേ സണ്ണിന് എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ. അപ്പൊ ഇറ്റ് സീപ് സൗണ്ട് ഈക്വൽ ഏരിയാസ്. അത് കവർ ചെയ്യുന്ന ഏരിയ ഈക്വൽ ആയിരിക്കും ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. മനസ്സിലായി? സണ്ണും പ്ലാനറ്റും തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന ലൈൻ സീപ്സ് ഔട്ട് നിരങ്ങി നീങ്ങുമ്പോൾ കവർ ചെയ്യുന്ന ഏരിയ സീപ്സ് ഔട്ട് ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. തുല്യമായ ഇടവേളകളിൽ തുല്യമായ ഏരിയ ആയിരിക്കും കവർ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. എന്താ ഇവിടെ നോക്കുമ്പോൾ റേഡിയസ് ചെറുതാണ്, അതിനുവേണ്ടി ഇവിടെ നിൽക്കുമ്പോൾ എന്താണ് റേഡിയസ് കൂടുതലാണ്. പക്ഷെ പ്ലാനറ്റ് റിവോൾവ് ചെയ്യുന്ന സ്പീഡിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. മനസ്സിലായോ? സ്പീഡ് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യപ്പെടും. അതായത് പ്ലാനറ്റ് സണ്ണിന്റെ അടുത്തേക്ക് വരുമ്പോൾ വേഗത്തിൽ പോകുകയും സണ്ണിൽ നിന്ന് അകലും തോറും പ്ലാനറ്റിന്റെ റിവോൾവിംഗ് സ്പീഡ് കുറഞ്ഞു വരികയും ചെയ്യും. അപ്പോഴാണ് എന്തുണ്ടാവുക? ഏരിയ ഈക്വൽ ആയിട്ട് കവർ ചെയ്യും. അതിന് ഏരിയൽ വെലോസിറ്റി എന്ന് പറയും. ഏരിയ കവേർഡ് പെർ യൂണിറ്റ് ആയി അതിന് വിളിക്കുന്ന പേര് ഏരിയൽ വെലോസിറ്റി എന്നാണ്. ഏരിയൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോഴാണ് തുല്യമായ ഇടവേളകളിൽ തുല്യമായിട്ടുള്ള ഏരിയ കവർ ചെയ്യാൻ പറ്റും. അപ്പൊ പറഞ്ഞു വരുന്നത് എത്രയാണ്? The line joining between sun and planet seeks out equal areas in equal interval of time. അതായത് കവർ ചെയ്യപ്പെടുന്ന തുല്യമായ ഇടവേളകളിൽ കവർ ചെയ്യപ്പെടുന്ന ഏരിയ എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ ഏരിയൽ വെലോസിറ്റി എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. അത് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം എന്നൊരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ്. അല്ലെ? കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ഇവിടെ അഡീഷണൽ ഫോഴ്സ് ഒന്നും വരുന്നില്ല. എന്നുവെച്ചാൽ സണ്ണും പ്ലാനറ്റും തമ്മിൽ എന്തുണ്ട്? അവർ തമ്മിലുള്ള ഒരു നാച്ചുറൽ ഒക്കറിംഗ് എന്ത് നടക്കുന്നു? ഫോഴ്സ് ഉണ്ട്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ പ്ലാനറ്റ് ആൻഡ് സൺ ഉണ്ട്. പക്ഷെ അത് എക്സ്റ്റേണലി അല്ല, എക്സ്റ്റേണലി കൊടുക്കപ്പെടുന്നതല്ല. അതുകൊണ്ട് പുറമെ നിന്ന് എന്തില്ല? ഫോഴ്സ് ഇല്ല. അപ്പൊ ടോർക്ക് ഇല്ല. മനസ്സിലായി? ടോർക്ക് ഇല്ലാത്തതുകൊണ്ട് ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഐ ഒമേഗ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ഐ എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഒമേഗ. അതായത് മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടുമ്പോൾ ഒമേഗ കുറയും. അപ്പൊ റൊട്ടേറ്റിംഗ് സ്പീഡ് കുറയും അല്ലെ? അപ്പൊ അതാണ് ഈ അകലേക്ക് പോകുമ്പോൾ കണ്ട റേഡിയസ് വെക്ടർ വലുതായി അല്ലെ? അപ്പൊ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടി. അപ്പൊ ഒമേഗ ആംഗുലാർ സ്പീഡ് റിവോൾവിംഗ് സ്പീഡ് കുറഞ്ഞു. അതിന് വേണ്ടിയിട്ട് സണ്ണിന്റെ അടുത്തേക്ക് വരുമ്പോൾ സണ്ണും പ്ലാനറ്റും തമ്മിലുള്ള റേഡിയസ് വെക്ടർ എന്തായി? ചെറുതായി അല്ലെ? അപ്പൊ mr² മൊമെന്റ് ഓഫ് ഇനർഷ്യ ഈസ് ഈക്വൽ ടു mr². അപ്പൊ ഈ എന്തുണ്ടായി? ചെറുതായി. അപ്പൊ ഒമേഗ കൂടി, സ്പീഡ് കൂടി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സണ്ണിന്റെ അടുത്തേക്ക് പ്ലാനറ്റ് വരുമ്പോൾ സ്പീഡിൽ കൂടുതലും കുറവും രേഖപ്പെടുത്തും. അങ്ങനെ വരുമ്പോഴാണ് ഏരിയൽ വെലോസിറ്റി റിമൈൻസ് കോൺസ്റ്റന്റ് ആവുക. അങ്ങനെ വരുമ്പോഴാണ് ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ ഏരിയ സണ്ണും പ്ലാനറ്റും തമ്മിലുള്ള ലൈൻ എന്താ സീപ്സ് ഔട്ട് ചെയ്യുന്നത്. കെപ്ലറിന്റെ തേർഡ് ലോ ഉണ്ട്. കെപ്ലറിന്റെ തേർഡ് ലോ പറയുന്നത് വെച്ചാൽ സണ്ണും പ്ലാനറ്റും തമ്മിലുള്ള ഒരു റിവോൾവിംഗ് ഉണ്ടല്ലോ. പ്ലാനറ്റ് സണ്ണിൽ റിവോൾവ് ചെയ്യുന്നുണ്ടല്ലോ.
ആ റിവോൾവ് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം റിവോൾവ് ചെയ്ത് എത്താനെടുക്കുന്ന സമയത്ത് വിളിക്കുന്ന പേരാണ് പീരീഡ്. മനസ്സിലായി? അപ്പൊ ആ പീരീഡിന്റെ സ്ക്വയർ ഓഫ് ദ ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് സൺ ആൻഡ് പ്ലാനറ്റ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് ദ സെമി മേജർ ആക്സിസ്. സെമി മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടത്തോളം വരെയുള്ള ആ ഡിസ്റ്റൻസ് ആണ് സ്മോൾ ലെറ്റർ എന്ന് പറഞ്ഞിട്ട് രേഖപ്പെടുത്തുന്നത്. സെമി മേജർ ആക്സിസ് ആക്ച്വലി ഒരു റേഡിയസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ആണ്. പക്ഷെ സർക്കുലർ അല്ലാത്തതാണ് നമുക്ക് എന്താ യാതെടുക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ സെമി മേജർ ആക്സിസ് നമുക്ക് റേഡിയസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് സങ്കല്പിക്കാം. അപ്പോ പറഞ്ഞു വന്നത് ഇത്രയാണ്. സ്ക്വയർ ഓഫ് ദ ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് സൺ ആൻഡ് പ്ലാനറ്റ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് ദ സെമി മേജർ ആക്സിസ്. ദാറ്റ് ഈസ് ടി സ്ക്വയർ പ്രപ്പോർഷണൽ ടു എ ക്യൂബ്. ഓക്കെ, അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ വരുന്നത് ഇങ്ങനെയാണ്. നമുക്കറിയാം പ്ലാനറ്റ് സമയത്ത് റിവോൾവ് ചെയ്യുമ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണ്ടേ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ സെൻട്രിപെറ്റൽ ഫോഴ്സ് നമ്മൾ ഇക്വേഷൻ എഴുതാം. സെൻട്രിപെറ്റൽ ഫോഴ്സിന് 3 ഇക്വേഷൻ ഉണ്ട്. എപ്പോഴും ഉപയോഗിക്കുക mv²/r ആണ്. പിന്നെ mr ഒമേഗ സ്ക്വയർ ഉണ്ട്, mv ഒമേഗ ഉണ്ട്. അങ്ങനെ 3 എണ്ണം ഉണ്ട്. അതിൽ ഇവിടെ സൂട്ടബിൾ mr ഒമേഗ സ്ക്വയർ ആണ്. അതായത് mr ഒമേഗ സ്ക്വയർ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് gmm/r². സ്മോൾ ലെറ്റർ ആണ് വെട്ടിപ്പരിച്ചു പോയി. ഒമേഗയ്ക്ക് പകരം ടൈം പീരീഡിന്റെ ഭാഷയിൽ ഒമേഗ ഈസ് ഈക്വൽ ടു 2π/t അല്ലേ? അപ്പൊ r × 2π/t സ്ക്വയർ അല്ല, അപ്പൊ 4π²/t² ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ gm/r². അപ്പൊ r² പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ r³ വരും അല്ലെ? ഈ ഇതാ പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നെങ്കിൽ എന്താ വരിക? t² ഈസ് ഈക്വൽ ടു എന്ത് വരും? gm/, എന്ത് വരും? 4π² വരും. ഇനി അത് റിയലൈസ് ചെയ്ത് t² കണ്ടുപിടിച്ചാൽ പറ്റുമെങ്കിൽ t² അവിടെ നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാം ഇങ്ങോട്ട് വരുമ്പോ എന്ത് വരും? t² ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ gm/4π². അല്ലല്ല, അവിടെ തെറ്റുണ്ടല്ലോ. റിയലൈസ് ചെയ്യുമ്പോ t² മുകളിലാണ് 4π² y എന്താ ക്യാപിറ്റൽ G 4π² ക്യാപിറ്റൽ gm × r³ എന്നാണ് വരും. ഇത് t² ഇതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് കൊണ്ടുവരേണ്ടി വരും. 4π² കൂടെ അല്ലെ? അപ്പൊ 4π² gm എന്ന് വിളിക്കുന്നതൊക്കെ എന്താണ്? കോൺസ്റ്റന്റുകളാണ്. അപ്പൊ അതെടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ t² പ്രപ്പോർഷണൽ ടു r³. അവിടെ r എന്ന് പറഞ്ഞ ഒരു റേഡിയസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആണ്. ഈ നമ്മൾ അതിന്റെ ഡെഫിനിഷൻ പറയുമ്പോൾ സെമി മേജർ ആക്സിസ് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ സ്ക്വയർ ഓഫ് ദ ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് സൺ ആൻഡ് പ്ലാനറ്റ് സ്ക്വയർ ഓഫ് ദ ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് സൺ ആൻഡ് പ്ലാനറ്റ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് സെമി മേജർ ആക്സിസ്. t² പ്രപ്പോർഷണൽ ടു r³ എന്നോ a³ എന്നോ അങ്ങനെ എന്തെങ്കിലും പറയും. ഓക്കെ, താങ്ക് യു.